നമ്മൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും പലതരത്തിലുള്ള തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. പാപമോചനം തേടുന്ന ഒരാളിന്റെ കൽബിലുണ്ടാകേണ്ട ചിന്ത എന്താണെന്നറിയുമോ? എന്റെ റബ്ബ് ഔദാര്യവാനാണ്, എന്റെ റബ്ബ് ഉദാരനാണ്, മാപ്പു നൽകുന്ന റബ്ബാണ്, അവൻ എനിക്ക് പുറത്തു തരുമെന്നുറപ്പാണ്. അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാതെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം, അള്ളാഹു എനിക്ക് പൊറുക്കുമോ, എന്റെ പാപങ്ങൾ അധികരിച്ചു പോയിട്ടുണ്ടല്ലോ, അള്ളാഹു എനിക്ക് മാപ്പ് നൽകുമോ എന്ന സംശയം കൽബിൽ വേണ്ട. അങ്ങനെ സംശയവും വെച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലണ്ട. അള്ളാഹു ഔദാര്യവാനാണ്. ഇബ്ലീസ് ചോദിച്ചു അത്രേ മൂസാ നബിയുടെ കാലത്ത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഇബ്ലീസ് ചോദിച്ച ചോദ്യമുണ്ട്. തൗറാത്ത് വാങ്ങാൻ മൂസാ നബി അലൈഹിസ്സലാം തൂരി സീനാ പർവ്വതത്തിന്റെ അടുത്തെത്തുമ്പോ ഇബ്ലീസിന്റെ മനസ്സിലൊരു മനസ്താപം. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോവുകയാണല്ലോ മൂസാ അലൈഹിസ്സലാം. ഓടിച്ചെന്നിട്ട് ഇബ്ലീസ് ചോദിച്ചു, മൂസാ, അള്ളാഹുവിനെ കാണുന്ന നേരത്ത് എനിക്ക് മാപ്പ് തരുമോന്ന് ചോദിക്കൂ മൂസാ. മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞേ, നീ മാറി നിൽക്കൂ, മാറി നിൽക്കൂ, ഞാനത് ചോദിച്ചോളാം, നീ എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കൂ. മേലെ എത്തിയപ്പോ മേലായ റബ്ബിനെ കണ്ടുമുട്ടിയ നേരത്ത് മൂസാ നബി പറഞ്ഞു, തൂരി സീനാ പർവ്വതത്തിന്റെ ചാരത്തേക്ക് അല്ലാഹു തആല അനുഗ്രഹിച്ച താഴ്വാരയിലേക്ക് ഞാൻ നടന്നെടുക്കുമ്പോൾ ഇബ്ലീസിനെ ഞാൻ കണ്ടു റബ്ബേ. ആ ഇബ്ലീസ് എന്നോട് ചോദിക്കുകയാണ്, അവന് മാപ്പ് കൊടുക്കാൻ റബ്ബ് തയ്യാറാകുമോന്ന്, അവന് മാപ്പ് കിട്ടുമോന്ന് നിന്നോട് ചോദിക്കാൻ അവൻ പറഞ്ഞു. ഉടനെ അല്ലാഹു തആല പറയുകയാണ്, മൂസാ, അവന്റെ തേട്ടം ആത്മാർത്ഥമാണെങ്കിൽ ഇബ്ലീസിനും മാപ്പ് നൽകാം. അല്ലാഹു റബ്ബുൽ ആലമീൻ. അവൻ ചോദിച്ച ചോദ്യം ആത്മാർത്ഥാണോ, എന്നാൽ ഇബ്ലീസിനും സാക്ഷാൽ ഇബ്ലീസിനും മാപ്പ് നൽകാമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. നമ്മൾ ആരും ഇബ്ലീസുമാരല്ല. ഫിർഔൻ പറഞ്ഞിരുന്നു, അള്ളാഹു എനിക്ക് മാപ്പ് നൽകുമോ എന്ന് ചോദിച്ച നേരത്ത് അല്ലാഹു തആല ഇതേ നിലപാട് ഫിർഔനിലും സ്വീകരിച്ചിട്ടുണ്ട്. ചോദിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ, അള്ളാഹുവിനോട് കൽബ് പൊട്ടിയിട്ട് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നതെങ്കിൽ, ചെയ്തുപോയ തെറ്റുകളിലേക്ക് ഇനി മടങ്ങില്ല എന്ന ചിന്ത എപ്പോഴും കൽബുകളെ ഭരിക്കുന്നുവെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരും. എന്റെ